ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഡേ 4 അറ്റ് ബാങ്കോക്ക്. ഇതാണ് എൻ്റെ ഡേ 4 ഔട്ട്ഫിറ്റ് ആൻഡ് ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്താണ്. വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് ടെമ്പിൾ വിസിറ്റും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ശേഷമാണ് നൈറ്റ് നമ്മളുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഡിന്നർ ക്രൂസ്. ഇന്നത്തെ ഹൈലൈറ്റ് അതായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ബസ്സിന് നമ്മൾ ഈ ഒരു ടെമ്പിളിലെത്തി. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ വിശാലമായി കിടക്കുന്ന നല്ല ഫോട്ടോ സ്പോട്ട്സൊക്കെയുള്ള അടിപൊളി ഒരു ബുദ്ധൻ്റെ സ്ഥലം. നമ്മളിവിടെ എല്ലാവരും കൂടെ കയറി ചുറ്റും കാണാൻ ഒരുപാട് പല ടൈപ്പിലുള്ള ബുദ്ധന്മാരുടെ ഓരോ പ്രതിമകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഈ മെയിൻ സ്ഥലത്തായിരുന്നു ഗോൾഡൻ വെച്ചിട്ടുള്ള ഒരു വലിയൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു പോലെ. അപ്പോൾ നമ്മൾ അവിടെ കയറി കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ബുദ്ധൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ള അവിടെയൊക്കെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒന്നും മനസ്സിലാവില്ല നമുക്ക് എഴുതി വെച്ചേക്കുന്നതൊന്നും, ബട്ട് നമുക്ക് ആ ഒരു കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന സംഭവങ്ങൾ, കാണാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ നടന്ന് ആസ്വദിക്കും. പിന്നെ ഈ ഒരു സ്പോട്ട് റീൽസൊക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ ഒന്ന് റീൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്തോ മിസ്സായി പോയെന്ന് തോന്നുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു കപ്പിൾസ് നല്ല അടിപൊളി ആയിട്ട് എന്താ പറയുക പല പല പോസിൽ, അപ്പം ഞാൻ അവരുടെ പോസ്റ്റൊക്കെ കുറച്ച് കോപ്പി ചെയ്ത് ഞാനൊരു അടിപൊളി എനിക്കിവിടെ നിന്ന് ഒരു നല്ലൊരു ഫോട്ടോ കിട്ടിയായിരുന്നു. ആ ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇപ്പം തന്നെ നമ്മുടെ ആ ഫോട്ടോൻ്റെ സ്പോട്ടെത്തും. ഇതാണ് ഗൈസ് എൻ്റെ ഡേ 4 ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു പോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കപ്പിൾ എടുക്കുന്ന പോലെ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു സ്ഥലത്തേക്ക് പോയി, അടുത്തൊരു ടെമ്പിൾ. ഇവിടെ നമ്മൾ കയറുമ്പോൾ ഒരുപാട് സാധനങ്ങൾ. ആൻഡ് ഇവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഇന്ത്യൻ മണി അക്സെപ്റ്റ് ചെയ്യും. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സാധനങ്ങളും കിട്ടും. പിന്നെ നമ്മളുടെ ഫോട്ടോസ് നമ്മൾ ഈ നടക്കുന്ന വഴി തന്നെ ചെറപറ ഫോട്ടോസ് എടുത്തിട്ട് അവരൊരു ബാഡ്ജിൻ്റെ ഫോമിലാക്കി നമ്മൾ ഈ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യൻ മണി ഈ ഒരു സ്പോട്ടിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അവർ 100 രൂപയെന്ന് പ്രത്യേകം എടുത്ത് പറയും. പിന്നെ ഇവിടെ കുറച്ച് മേളിലേക്ക് ഈ ഒരു ബനാന ഭയങ്കര ഒരു കൗതുകമായിട്ട് എന്താ പറയുക നമ്മുടെ അവിടെ കാണാത്ത അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നി. പിന്നെ ഈ ഒരു മുകളിലേക്ക് ടെമ്പിളിൻ്റെ മുകളിലേക്ക് കുറച്ചധികം സ്റ്റെപ്സ് കയറാനായിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര മടിയായിരുന്നു, കാരണം കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടയേർഡും ആയിപ്പോയായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ച് കയറി. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ദാ ഈ മണി ഉണ്ടല്ലോ, ഇതിങ്ങനെ എല്ലാവരും നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ മണി അടിക്കില്ലേ, അതേ കണക്കിന് എല്ലാവരും ഇങ്ങനെ ഒരു പ്രാർത്ഥിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ജോക്കുട്ടനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായി. അവനത് ഫുൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും കുറച്ച് നേരമൊക്കെ കളിച്ചായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറി, ചെരുപ്പൊക്കെ ഊരി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല രസമുണ്ടായി, ഭയങ്കര കാമായിരുന്നു, ഭയങ്കര ക്വൈറ്റായിട്ട് നല്ലൊരു സ്പേസായിരുന്നു. നമ്മളവിടെ കയറി. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. ഞാൻ ഒരുപാട് റീൽസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ റീൽസും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ബട്ട് ആകെ ഒരു സങ്കടമായിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് കുറച്ച് ടൈമും കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം കണ്ടാലും തീരാത്തത്ര അടിപൊളിയായിട്ടുള്ള കുറേ സ്പോട്ട്സ്. അപ്പോൾ നമുക്ക് നടന്ന് കാണാൻ പറ്റില്ല ഈ ഒരു സ്ഥലങ്ങളൊക്കെ. നമ്മളെ ബസ്സിൽ കയറ്റിയിട്ടാണ് ഓരോ സ്പോട്ടിൽ. കാരണം ശരിക്കും ഫോട്ടോ എടുക്കാനും നമുക്ക് റീൽസിനും അത്രയും നല്ല രസമുള്ള സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു സ്പോട്ടിൽ നിന്ന് വേറെ സ്പോട്ടിലോട്ട് പോകണമെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല, അത്രയും വെയിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ആൻഡ് നമ്മുടെ സ്വന്തം ഏൻഷ്യൻ സിറ്റി ടൂറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ എത്തി. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ കിടക്കുക. അപ്പം നമ്മൾ ബസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് നടന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ നമ്മളവിടെ ഏൻഷ്യൻ സിറ്റി എന്നൊക്കെ എഴുതിയിട്ടുള്ള മെയിൻ സ്പോട്ടിൽ വന്നിരുന്ന എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ബസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി ഒരു പഞ്ചാബിയോ എന്തൊരു ലുക്കിലുള്ള ഒരു ഹിന്ദിക്കാരത്തി വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും ബസ്സിൽ കയറി നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ട ആനപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ അത് നമ്മളെ വെള്ളത്തിലൂടെയൊക്കെ കൊണ്ടുപോയി തിരിച്ചതുപോലെ കയറ്റി വരും. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ ഈ ഒരു സ്പോട്ട് ഇവിടെ നിന്ന് എനിക്കൊരു അടിപൊളി റീൽസ് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ടാവും. ശരിക്കും നമ്മളതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ അതുപോലെ ഇങ്ങനെ ബസ്സിൽ പോയി കുറേ സ്പോട്ട്സ് കണ്ടു. അതിനുശേഷം നമ്മൾ വന്നത് ഈ ഒരു സ്പോട്ടിലേക്കായിരുന്നു.
ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഏത് വശത്തോടി നമ്മൾ നോക്കിയാലും ഈ ഒരു ആനയുടെ പ്രതിമ കാണാം. ഇത് നിങ്ങൾ കാണുന്ന അത്ര ചെറുതൊന്നുമല്ല. കാരണം എത്ര റോഡ് നമ്മൾ കവർ ചെയ്തു എന്ന് അറിയില്ല ഇങ്ങോട്ട് എത്താൻ വേണ്ടി. പക്ഷേ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റാച്ചു, ഈ ഒരു സംഭവം നമുക്ക് വിസിബിൾ ആയിരുന്നു. അപ്പം നമ്മൾ വഴി തെറ്റിയോ? പക്ഷേ അവർക്കറിയാമല്ലോ, കാരണം ഡ്രൈവേഴ്സിന് അറിയാം അവർ കറക്റ്റ്. പക്ഷെ നമുക്ക് എപ്പോഴും തോന്നും നമ്മൾ വന്ന വഴി കൂടി തന്നെയാണ് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് ശരിക്കും കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ആൻഡ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം കറക്റ്റ് ഏത് പോർഷനാണെന്ന് എനിക്ക് പറയാനില്ല. പക്ഷെ നമുക്ക് കേട്ടറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഈ ആനയുടെയൊക്കെ തന്നെ തുമ്പിക്കൈയാണ് ലിഫ്റ്റ്. പിന്നെ അതിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ് ഈ ഉള്ളിൽ കൊടുത്തേക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇരുന്നപ്പോഴാണ് ഇത്രയും ദിവസം അവിടെ വന്നിട്ട് ഒരു ചെറിയൊരു മഴ നമ്മൾക്ക് കാണാൻ പറ്റിയത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തായിരുന്നു. ആൻഡ് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഈ ഒരു ടെർമിനൽ 21 എന്ന് പറയുന്ന ഒരു മോളിലേക്കാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മളുടെ ഏറ്റവും ഇന്നത്തെ ഹൈലൈറ്റ്, നമ്മുടെ ഡിന്നർ ക്രൂസ്. യെസ്, അപ്പോൾ ഏകദേശം ഒരു 7 ആകുമ്പോഴേക്കും നമ്മളോട് അവിടെ കറക്റ്റായിട്ട് വന്നെത്തണം. നമ്മൾ അതിന് മുന്നേ എത്തിയായിരുന്നു മോളിൽ. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളവിടെ എത്തി. ആൻഡ് നമ്മുടെ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാലോവീനിലുള്ള കുറേ പ്രിപ്പറേഷൻസ് നമ്മുടെ ഹോട്ടലിലും അതുപോലെ ഈ മോളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് സമയം അവിടെ തന്നെ കറങ്ങാൻ വേണ്ടിയിട്ട് അവർ തന്നു. ഇതൊക്കെ കണ്ട് നമ്മളവിടെ ചെന്നു. ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, നമ്മൾ സാഫ്രോൺ ലെഷേഴ്സ് നമ്മൾ പോയതുപോലെ തന്നെ കുറേ ടൂർ പാക്കേജസിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരേക്ക് ഇങ്ങനെ ലൈനായിട്ട് ഓരോ സെറ്റായിട്ട് തിരിച്ച് നിർത്തി നമുക്കും ഒരു നമ്പർ, നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അത് കണക്കിന് ഓരോ ഷിപ്പ് ഇങ്ങനെ വരുമ്പം ഓരോ ആൾക്കാരുടെ നമ്പർ അനുസരിച്ച് ഇങ്ങനെ കയറും. അപ്പോൾ സ്ട്രിക്റ്റായിട്ട് നമുക്കൊരു ടിക്കറ്റ് തന്നിട്ടുണ്ട്, അതും പിടിച്ചിട്ട് വേണം നമ്മൾ കയറാമെന്ന് കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മളൊന്ന് പോസ്റ്റ് അടിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഷിപ്പിൽ എന്തായിരിക്കും നമ്മളുടെ ഫുഡ്. അതും മെയിനൊരു കാര്യം, നമുക്ക് അടിപൊളി ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മളുടെ ഫുഡ് എന്നറിയാൻ എന്തൊക്കെ മെനൂസ് ഉണ്ടാവും, ഡെസേർട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, പിന്നെ DJ ഉണ്ടാവുമോ, എങ്ങനെയായിരിക്കും. അപ്പോൾ കുറേ ഞങ്ങൾ ഇതായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഫുൾ ഡിസ്കഷൻ. അപ്പോൾ കുറേ ഷിപ്പ് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പറയും ഇതായിരിക്കും നമ്മുടെ ഷിപ്പ്, അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഷിപ്പ് എത്തി. കുറച്ച് നേരം നമ്മളവിടെ പോസ്റ്റായി. പക്ഷേ കുറേ കാണാനൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ നിന്നു. നമ്മുടെ ഷിപ്പ് വരട്ടെ എന്ന് കരുതി. ആൻഡ് ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ നമുക്ക് ഡിന്നർ ക്രൂസിൽ അടിച്ചു പൊളിക്കാനുള്ള നമ്മുടെ ഷിപ്പ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങളെല്ലാവരും ഉള്ളിലോട്ട് കയറി. നമുക്ക് സ്പെഷ്യലായിട്ട് സീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ സീറ്റ്സിലൊക്കെ നമ്മൾ പോയിരുന്നു. ചെറിയൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അനൂപേട്ടനും നമ്മുടെ ടൂർ ഗൈഡ് സുന്ദരിയും എല്ലാവരെയും കറക്റ്റായിട്ട് ഓരോരോ സീറ്റ്സിൽ അറേഞ്ച് ചെയ്ത് ഇരുത്തിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഫുഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക എന്തൊക്കെയായിരിക്കും ഇന്ന് ഇവിടെ. ഡെസേർട്ടിൽ ഐസ്ക്രീം ഉണ്ടാവുമോ, കേക്ക്സ് ഉണ്ടാവുമോ, ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ. പിന്നെ ശരിക്കും നല്ലൊരു ഫീലാണ്. കാരണം ഇങ്ങനെ ഒരു വശത്ത് കൂടെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, അവിടെ പാട്ടും ഡാൻസും ഫുഡും, ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നമ്മുടെ ട്രിപ്പിൽ നമ്മളെപ്പോഴും ഡിന്നർ ക്രൂസിനെ പറ്റിയിട്ടായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഒരു ഡിന്നർ ഡേറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് നമ്മുടെ ഡിഷസ്, ഓ മൈ ഗാഡ്, ശരിക്കും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് നമുക്കറിയില്ല. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ചിക്കൻ ടിക്ക, നമ്മളുടെ ബിരിയാണി, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറേ വെജിറ്റബിൾസ് വേണം, സമോസ, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സിനൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പാസ്ത, മക്രോണി, സാലഡ്സ്, പിന്നെ എന്താ പറയുക, ചിക്കൻ തന്നെ പല വെറൈറ്റീസ്, പുലാവ്, റൈസ്, അങ്ങനെ കുറേ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും, എന്തൊക്കെ കഴിക്കുമെന്നറിയില്ല. കാരണം നമുക്ക് ഒരുപാട് ഫുഡ് വേണം, ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടം. പക്ഷെ നമുക്ക് കഴിക്കാൻ ചിലപ്പോൾ ഇതെല്ലാം പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാലും നമ്മളിതെല്ലാം കണ്ടാസ്വദിച്ചു, കുറേയൊക്കെ കഴിച്ചു. എല്ലാം കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് ചെയ്തായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. കാരണം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഫുഡായിരുന്നു. അതിന് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഒരു ഫ്ലേവറിൻ്റെ പറ്റിയ ടൈപ്പും
ഫുഡ്സ് നമുക്ക് ഇന്ന് കിട്ടിയായിരുന്നു. സോ ഫുഡ് വാസ് ഗുഡ്, നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷിപ്പിൽ തന്നെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബർത്ത്ഡേ സോങ് ഒക്കെ കൊടുത്തു. അവർക്കൊരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ് പിന്നെ ഈ ഒരു കൗണ്ടറുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇവിടെ വന്ന് ലിക്കറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ നിന്ന് കഴിക്കാം. ആൻഡ് എല്ലാവരും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും ഫാമിലീനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, ഈ ഹായൊക്കെ പറയുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായ, നമ്മളുടെ ഫുൾ ജേർണിയിലുണ്ടായ നമ്മുടെ ആൾക്കാരാണ്. ആൻഡ് പിന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷിപ്പിൽ തന്നെ അടിപൊളി ഒരു DJ ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് കുറേ സോങ്സൊക്കെ പാടുന്നുണ്ടായിരുന്നു. അവർ എനിക്ക് തോന്നുന്നു ഹിന്ദി സോങ്സ് ഫസ്റ്റ് ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഓരോരോ സജഷൻസ്, സൈഡിലിരിക്കുന്നവർ ഓരോ സോങ് സജഷൻസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു വ്യൂ ഒന്ന് നിങ്ങൾ നോക്കി, ശരിക്കും അടിപൊളിയല്ലേ അല്ലേ? നമ്മളിങ്ങനെ നിൽക്കുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു, സൈഡിലൂടെ ഇങ്ങനെ ഓരോ ഷിപ്പ് പോകുന്നു വെള്ളത്തിൽ. നമ്മൾ അറിയുന്നേ ഇല്ല വെള്ളത്തിൽ, നമ്മൾ ശരിക്കും നിർത്തിയിട്ടിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഫീലായിരുന്നു. പക്ഷെ ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അതിൻ്റെ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായില്ല. അത്ര അടിപൊളിയായിരുന്നു. ഞങ്ങളടുത്ത് കുറച്ച് ഫുഡാണ് കേട്ടോ, ഇങ്ങനെ ഓരോന്നോന്നെടുത്ത് നമ്മൾ കുറച്ച് ട്രൈ ചെയ്തു. ജോക്കുട്ടൻ കഴിച്ചത് ഈ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ടിക്കിയും, പിന്നെ കുറച്ച് എന്താ പറയുക ചിക്കൻ്റെ, പിന്നെ കുറച്ച് ബിരിയാണി റൈസ്. അപ്പോൾ അതൊക്കെ മാത്രമേ അവൻ ട്രൈ ചെയ്തുള്ളൂ. തകർത്തോണ്ടിരിക്കുകയായിരുന്നു. ജോക്കുട്ടനായിരുന്നു അവിടെ ഡാൻസിനൊരു സ്റ്റാർട്ടിങ് കൊടുത്തത്. ജോക്കുട്ടനായിരുന്നു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. അപ്പം ഞാൻ അവനെ കൊണ്ടുപോയി. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ കൂടെ ജോക്കുട്ടൻ ഡാൻസൊക്കെ കളിച്ചു. എനിക്കൊരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കളിക്കണം. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ് എല്ലാവർക്കും. അപ്പം ഞാൻ അതൊന്ന് മാറ്റി കൊടുത്തു. ഞാനൊന്നും നോക്കിയില്ല, അങ്ങ് കയറി നിന്ന് കളിച്ചു. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി
नाच के तो संगल लगती पुलिस बनाने की तो याद मेरा कर लेता है पार्टी शुरू हुई है आ जाओ सारे गुड बना चश्मा लगा लस्सी मिला आ जाओ सारे गुड बना
അങ്ങനെ മുകളിലും താഴെയായിട്ട് ഫുൾ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം മുതൽ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴെയായിരുന്നു, മുകളിൽ അതുപോലെ വേറെ സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടെയും പോയി കളിച്ചു. അങ്ങനെ ടോട്ടലി നമ്മൾ ടയേർഡായി. ഓൾമോസ്റ്റ് നൈറ്റ് നമ്മൾ അവിടെ മൊത്തം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമ്മളുടെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേ 4. ചച്ചാ.